ഫ്രണ്ട്സ്, അമ്മയുടെ ഇതാണ് ഗ്ലാസ് ഐറ്റമാണ് ചെയ്യുന്നത്. ഇത് അമ്മയുടെ ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യാണ്. ഗ്ലാസ് പേപ്പർ വെച്ച് ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. മോൻ പറഞ്ഞത് ശരിയാണ്. ഗ്ലാസ് കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഡെക്കറേഷൻ ഐറ്റമാണിത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് എടുത്ത്, ഏതായാലും മതി, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്ലാസ്സുകളുണ്ട്. അത് ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ചുരുട്ടിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് മടക്കി അതിൽ ഒരു പീസ് നമ്മളിതാ ഇതുപോലെ എടുത്ത് അതിനെ ഒരു പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ആ രണ്ടായിട്ട് മടക്കിയതിൽ വീണ്ടും ഇത് കാണിക്കുന്ന കണക്ക് രണ്ട് മടക്ക് വെച്ചിട്ട് ആ ഒരു രണ്ട് മടക്കിൽ നമ്മൾ ഒരു ഇലയുടെ ഒരു ലീവ്സിൻ്റെ ഷേപ്പായി കട്ട് ചെയ്തിരിക്കുന്നത്. ആ മടക്ക് നല്ല രീതിയിൽ മടക്കി തന്നെ എടുക്കണം. കണ്ട, ഇതുപോലെ തന്നെ മടക്കിയിട്ടേക്കണം. ഇതുപോലെ ഒരുപാട് ഇതിപ്പോൾ ഒരു 7-8 ഗ്ലാസിൻ്റെ പേപ്പറാണ് ഈ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നോക്കിയേ, ഇത്ര നമ്മൾ രണ്ടായിട്ട് മടക്കി മൂന്നായിട്ട് മടക്കുമ്പോൾ ഈ ഒരു പീസ് ഷീറ്റ് നമുക്ക് കിട്ടും. ആ ഒരു ഷീറ്റിൽ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ പേപ്പർ മടക്കി ഇതാകുമ്പോൾ എളുപ്പത്തിലുള്ളൊരു മടക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് മടക്കിയതിന് ശേഷം ഇത് കാണിക്കുന്നത് പോലെ അതിൻ്റെ ഒരു മുകൾ ഭാഗത്തു നിന്ന് ഒരു ലീവ്സിൻ്റെ മോഡലാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ്ട ഇതുപോലെ നമ്മൾ പിരുത്ത് നോക്കുമ്പോഴത്തേക്ക് രണ്ട് ലീവ്സിൻ്റെ മോഡലായിട്ട് കിട്ടും. ഇതുപോലെ ഒരുപാടെണ്ണം നമ്മളങ്ങ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി നമ്മളൊരു ലീവ്സ് ആക്കി എടുക്കുകയാണ്. കണ്ട, ആദ്യത്തേത് നമ്മൾ ഒട്ടിച്ച് ആ ഒരു പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് ഭാഗങ്ങൾ, 2 ഗ്ലാസിൻ്റെ ടോപ്പ് ഭാഗങ്ങളാണ് ഈ ഒരു മധ്യത്തൂടെ പോയിരിക്കുന്ന ആ ഒരു ലൈന്. അതിൽ നമ്മൾ ആദ്യം ഒറ്റ ഒരു ലീവ്സ് സ്റ്റാപ്ലർ ചെയ്ത് അത് ഞാൻ ഒട്ടിക്കുകയും ചെയ്തു. ഇനി വേറെ ഓരോന്നും മടക്കി അതിൻ്റെ മുകളിൽ വെച്ച് ആ മടക്കനുസരിച്ച് വേണം അതിൻ്റെ മുകളിലോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കാൻ. ഞാൻ ഒട്ടിക്കാൻ മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ തീരാൻ ഞാൻ സ്റ്റാപ്ലറും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫെവി ബോണ്ട് വെച്ച് നമുക്ക് ഓരോ ലീവ്സ് ഇതുപോലെ മടക്കി ഒന്നിൻ്റെ മുകളിൽ, ഇതിപ്പം ആദ്യത്തെ ഒരെണ്ണം സെൻറ്ററിൽ ഒട്ടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 2 എണ്ണമാണ്, പിന്നെ ബാക്കി എല്ലാം ഈ 2 എണ്ണം വെച്ചുള്ളതാണ്. കണ്ടില്ലേ, ഈ 2 എണ്ണം ഉള്ളത് ആ ഒരു സെൻറ്ററിൽ ആ ഒരു ചുരുട്ടിയ പേപ്പറിൽ ഏറ്റവും മുകൾ ഭാഗത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വിടർന്നിരിക്കും. കണ്ടില്ലേ, ഇതിപ്പം 2 ലീവ്സ് ആയിക്കഴിഞ്ഞ് സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു മടക്കനുസരിച്ച് അതിൽ ഒട്ടിച്ചെടുക്കുന്നതാണ്. എല്ലാം നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം ഇതുപോലെ വിടർത്തിയെടുത്താൽ മതി. നല്ല ലീവ്സായി ഒരു പ്രത്യേക ഡെക്കറേഷനായി കഴിഞ്ഞ്, എങ്കിലും നല്ല മനോഹരമായ ഒരു കുഞ്ഞ് ഡെക്കറേഷനായി കഴിഞ്ഞ് ഞാനതിൻ്റെ ഏറ്റവും ടോപ്പ് ആ ഗ്ലാസിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഈ 3 റൗണ്ട് നോക്കിയപ്പം അതും കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ആ 3 റൗണ്ടും കൂടി ചേർത്ത് വെച്ച് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് ഈ ഒരു 2 ലീവ്സ് അതിലൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു അടിഭാഗം 7 ഗ്ലാസ്സുകളുണ്ട്. 3 ഏറ്റവും താഴത്തെ ആ ഒരു റൗണ്ട് എഴുതും. ബാക്കിയെല്ലാം എന്താ ആ ഒരു സൈഡെല്ലാം കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു റൗണ്ട് പേപ്പർ 2ആയിട്ട് മടക്കി, സർക്കിളായ 2ആയിട്ട് മടക്കി അതിലിതാ ഇതുപോലെ കട്ട് 2, 3, 4 മടക്കുമ്പോൾ സെൻറ്ററിൽ ലൈൻ എടുത്ത് ഇതുപോലെ ഒരു നല്ലൊരു ഫ്ലവർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ രീതി അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ ഫ്ലവറും അവിടെ ഒട്ടിച്ച് വെച്ച് ആ ഗ്ലാസ് ക്രിസ്റ്റലും അതുപോലെ ഇത് നമുക്ക് ഡെക്കറേഷൻ ക്രിസ്റ്റൽ ഒട്ടിച്ചെടുക്കുന്ന എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടുന്നതാണ്. അത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മനോഹരമാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റി. ഇതുപോലെ വളരെ മനോഹരമാക്കി ചെയ്യാം.